അപകടത്തിൽപ്പെട്ട രാധിക പറഞ്ഞ മൊഴി കോടതി വിശ്വാസത്തിലെടുക്കുന്നു. പ്രതാപനെയും ക്രിസ്റ്റിയെയും തുടർ നടപടികൾക്ക് വിധേയരാക്കുവാനും പ്രിയങ്കയെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുവാനും കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം, എല്ലാം തീർന്നും വയ്ക്കാം. പക്ഷേ എന്ത് തെറ്റിയതാലും അവളെന്റെ കുഞ്ഞനിയത്തില്ലേ, അവളെയും ചേർത്ത് പിടിച്ചല്ലേ അമ്മേ ഞാൻ ഇത്രയും കാലം ഉറങ്ങിയത്. എനിക്കങ്ങനെ അവളെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? എത്രയായി? 150. നീ വാ. കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും രാധിക പറഞ്ഞിട്ടുണ്ടാവും. വേഗം ബഹളം വെക്കും. നീ കാണിക്കുന്ന സങ്കടം എത്രയാണോ അത്രയ്ക്ക് വേഗതയിൽ ആ ദേഷ്യം മാറുകയും ചെയ്യും. മനസ്സിലായോ? നീ വാ. 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 അച്ഛാ, പോലീസുകാർക്ക് അന്വേഷണത്തിൽ തെറ്റ് പറ്റിയതാ. കോടതിയിലെ വക്കീലിന്റെ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ അവരൊരു നടപടി എടുത്തോന്ന് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. അല്ലാതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അമ്മേ, എന്നോട് മിണ്ടരുത്. എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ദേവനാരായണൻ തിരുമേനിയുടെ വീടെന്ന് കരുതിയോ? നീ എന്തൊക്കെയാ യശോദയെ കുഞ്ഞിനോട് ചോദിക്കുന്നേ? നടന്ന വാസ്തവം എന്താണെന്ന് അവള് പറഞ്ഞില്ലേ? അതോ ഇവള് വന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചോ? രാധിക മോൾ ഒന്നും പറഞ്ഞില്ല. അതിനു മുൻപേ കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മയ്ക്ക് രാധിക മോളെ കുറ്റപ്പെടുത്താൻ തോന്നുന്നുണ്ടല്ലോ. അത് സമ്മതിച്ചു തന്നേ പറ്റൂ. സത്യം ഇതായിരുന്നിട്ട് കൂടിയും മറ്റെല്ലാവരും കൈ ഒഴിഞ്ഞിട്ടും ഇവളല്ലേടി നിനക്ക് വേണ്ടി കോടതിയിൽ വന്നത്? ഇവളുടെ ഒരേ ഒരു മൊഴിയിലല്ലേ നീ രക്ഷപ്പെട്ടത്? ഈ പാപം നീ എവിടെ കൊണ്ടുപോയി കഴുകി കളയും? എടി, അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണെന്ന് അവള് പറഞ്ഞല്ലോ. അമ്മേ, പെരുവഴിയിൽ കിടക്കുന്ന കല്ലിന് പോലും കാലങ്ങൾ കൊണ്ട് മാറ്റം ഉണ്ടാവും. പക്ഷെ അമ്മയിൽ ഒരു മാറ്റം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയാ അമ്മ ഇത് സാധിക്കുന്നത്? അമ്മയ്ക്ക് ഇവിടെ ഇനിയും ന്യായീകരിക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തൊരു വൃത്തികെട്ട മനസ്സാ അമ്മയുടേത്. അമ്മയുടെ പ്രശ്നം ഞാൻ എന്റെ രാധികമോളെ സ്നേഹിക്കുന്നുണ്ടല്ലേ? പ്രിയങ്കയേക്കാൾ സ്നേഹം എനിക്ക് ഇവളോടുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടല്ലേ? എന്നാ കേട്ടോ, ഇവളാ ദേവനാരായണൻ തിരുമേനിയുടെ അന്തസ്സുള്ള മകള്. ഇവളെ ഓർത്താ ഞാൻ അഭിമാനിക്കുന്നത്. എനിക്ക് ഈ ലോകത്ത്
ഏറ്റവും പ്രിയ ഇവള് തന്നെയാ. വേറാരോ പ്രസവിച്ചതാ ഇവളെ, ഏതോ ഭാഗ്യവതിയായ അമ്മ. പക്ഷേ വളർത്താൻ എനിക്കായിരുന്നു യോഗം. ദേവേട്ടൻ പറഞ്ഞത് തന്നെ അമ്മ എനിക്കും പറയാനുള്ളത്. എന്റെ വയറ്റിൽ കുരുത്ത ഇവളേക്കാൾ 1000 ഇരട്ടി ഞാൻ സ്നേഹിക്കുന്നത് രാധിക മോളെ തന്നെയാ. അമ്മ അവളൊരു അച്ഛ